ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 39-ാം ദിവസം അല്പനേരത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം. പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്നു. അവന്റെ മുൻപാകെ നിന്നു, ഇസ്രായേലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവവുമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകളെ പുനർക്രമീകരിക്കേണ്ട കാലമാണ് നോമ്പ് കാലം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരസ്യ ശുശ്രൂഷയും ജീവിതവും മരണവും പുനരുദ്ധാനവും ഓർക്കുവാനും അതിൻ പ്രകാരം എളിമയുള്ള ജീവിതം നയിക്കുവാനും ഈ നോമ്പ് കാലം നമുക്ക് ആഹ്വാനം നൽകുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 6-ാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാന്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എലീശ പ്രവാചകൻ തന്നിലുള്ള ദൈവാനുഗ്രഹത്താൽ നയമാന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുന്നു. എന്നാൽ അവന് സൗഖ്യം ലഭിക്കുവാൻ കാരണമായി തീർന്നത് ഇസ്രായേൽ ദേശത്തു നിന്നും പിടിച്ചുകൊണ്ടുപോയ ഒരു അടിമ പെൺകുട്ടിയുടെ ധീരമായ വിശ്വാസമാണ്. ആ പെൺകുട്ടി തൻ്റെ ശുശ്രൂഷ ഇടത്തെ സൗഖ്യത്തിൻ്റെ ഇടമാക്കി തീർക്കുവാൻ ശ്രമിക്കുന്നു. നയമാന്റെ ഭാര്യയുടെ ശുശ്രൂഷക്കാരത്തി എന്ന നിലയിൽ ധാരാളം പരിമിതികളുള്ളവളായിരുന്നു ആ പെൺകുട്ടി. അതുമാത്രമല്ല, തൻ്റെ ദേശത്തു നിന്നും കവർച്ചയായി കൊണ്ടുവന്ന അവളെ അടിമ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ദൈവത്തെ ഏതിടങ്ങളിലും സാക്ഷീകരിക്കുക എന്നുള്ള തൻ്റെ മാതൃക അത് അവളുടെ മാതാപിതാക്കൾ പകർന്നു നൽകിയതാവാം. ഈ മാതൃകയോ പരിശീലനവുമാകാം അവിടെയും അവൾ കാണിക്കുന്നത്. തന്നെ തൻ്റെ ദേശത്തു നിന്നും മാതാപിതാക്കളിൽ നിന്നും അകറ്റിയവരോട് ദേഷ്യമോ പകയോ കാണിക്കാതെ സൗഖ്യത്തിന് മുഖാന്തരം പറഞ്ഞു കൊടുക്കുകയാണ് അവൾ ചെയ്യുന്നത്. കണ്ണുനീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മുൻപിൽ നനവുള്ള ഹൃദയം നമ്മൾക്ക് ഉണ്ടാകാറുണ്ടോ? നമ്മുടെ ശുശ്രൂഷ ഇടങ്ങളിൽ സൗഖ്യത്തിൻ്റെ വിത്തുകളെ വിതയ്ക്കുവാൻ നമുക്ക് സാധ്യമാകണം. നാം അങ്ങനെ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ചെറിയ പരിശ്രമങ്ങൾ പോലും ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള വേദികളായി മാറാം. 6-ാം രാജാവിൻ്റെ ദേശത്ത് ദൈവത്തിൻ്റെ സ്ഥാനാധിപതിയായി ദൈവപുസ്തകം വരച്ചു കാട്ടുന്ന ഈ പെൺകുട്ടി ഒരു നല്ല മാതൃകയാണ്. അവൾ തൻ്റെ കടമ പൂർത്തിയാക്കിയപ്പോൾ അവൾ ദൈവത്തിൻ്റെ സ്ഥാനാധിപതിയായി തീരുന്നത് 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളിലൂടെ ഒരാളെങ്കിലും ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ സാധിച്ചാൽ ഈ നോമ്പ് ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതുവത്സലമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, പിതാവേ, ഇത്ര അനുഗ്രഹപ്രദമായൊരു നോമ്പ് കാലം ഞങ്ങളുടെ ജീവിതത്തിലാക്കിയിരിക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വേലകളും ജോലികളും കൃത്യമായി ചെയ്യുവാൻ നീ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏതിടങ്ങളിലായിരിക്കുമ്പോൾ കർത്താവേ, നിന്നെ സാക്ഷീകരിപ്പാൻ കർത്താവേ, നിൻ്റെ നാമമഹത്വത്തിനായി ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ കർത്താവേ, ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുപ്പച്ചൻ്റെ വലിയുള്ള നാമത്തിൽ തന്നെ ആമേൻ.